ചെറുപ്പം തൊട്ടേ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അഡൽട്ട് ആയതിനു ശേഷമാണ് നമുക്ക് നടത്താൻ പറ്റുക. നമ്മളിൽ പലരും തന്നെ ഒരു 10-20 വർഷം മുന്നേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത നമ്മളുടെ ചൈൽഡ്ഹുഡ് ഡ്രീം ലൈഫാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ ആഗ്രഹങ്ങൾ, കുറേ നാട് കാണണം, കുറേ ഭക്ഷണം കഴിക്കണം, കുറേ സ്ഥലങ്ങൾ പോകണം. അന്നെല്ലാം തന്നെ നമ്മൾ കൂട്ടുകാരായിട്ട് ഡിസ്കസും ചെയ്യുമായിരുന്നു. നമ്മൾ വലുതായി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ട്രിപ്പ് പോകും, ഇന്ന കാറ് വാങ്ങിക്കും, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നൊക്കെ. പക്ഷെ പോകെ പോകെ നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു ലൈഫ് ഡ്രീം ചെയ്ത നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് പാതി വഴി വെച്ച് പൊഴിഞ്ഞു പോകും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കൂടെ പഠിച്ച എത്ര സ്കൂൾ ഫ്രണ്ട്സ് ഇപ്പൊ നാട്ടിലുണ്ടെന്ന്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനിടയിൽ പലവരും പാതി വഴി പിരിയും. കുറച്ചുപേര് അബ്രോഡ് പോവും, കുറച്ചുപേര് നാട്ടിലാവും. അങ്ങനെ പല പല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ആ ഡ്രീം ചെയ്ത, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു ലൈഫിൽ നമ്മുടെ ഒപ്പം ഉണ്ടാകാൻ പോകുന്ന ഒരുപറ്റ ആൾക്കാരാണ് നമ്മുടെ കൊലീഗ്സ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫിൽ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ കൊലീഗ്സ് ആയിരിക്കും. നമ്മുടെ അഡൽഹുഡിൽ കൂടി ഈ ഒരു പറ്റ ആൾക്കാർക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടാവും. പല നാടുകളിൽ നിന്ന് പല വ്യത്യസ്തമായ കൾച്ചറുകളും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാം കൂടി ഒരു ബ്ലെൻഡ് ആവുമ്പോഴുള്ള രസം അത് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫ്രണ്ട്സ് വേറെ കൊലീഗ്സ് വേറെ. അതെ, ഓഫ് കോഴ്സ് നമ്മുടെ ജീവിതത്തിന്റെ പാതി വഴിയിൽ നമ്മൾ മീറ്റ് ചെയ്ത ആൾക്കാരാണ് ഇവര്. നമ്മളെ കുറിച്ച് പേഴ്സണലായിട്ട് ഇവർക്കൊന്നും അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. പക്ഷെ അറിയോ അറിയാതെ തന്നെ ഇവര് നമ്മുടെ ജീവിതം ഒന്ന് കളർഫുൾ ആക്കുന്നുണ്ട്. ആദ്യമായിട്ട് ജോലി ചെയ്ത കമ്പനിയിലെ കൊലീഗ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും അവരെ കുറിച്ച് നല്ലതെങ്കിലും പറയാനുണ്ടാവും. അവരൊരുമിച്ച് ട്രാവൽ ചെയ്ത കഥ, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയ കഥ, എന്തിന് അവരൊരുമിച്ചെടുത്ത ടീ ബ്രേക്സിനെ കുറിച്ച് വരെ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടാവും. ഇനി ഇതിലൊന്നും പെടാണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നിർഭാഗ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ടീംസ് ആയിട്ടാണ് കേട്ടോ. ഒന്ന് കണ്ണൂർ പോയിട്ട് വരാം. ഇത് മിക്കപ്പോഴും ഞങ്ങളുടെ ഓഫീസിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ഓഫീസിലെ മെജോറിറ്റി ഓഫ് ആൾക്കാരും വടക്കൻ കേരളത്തിൽ നിന്നുള്ളവരാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ അങ്ങേയറ്റത്തുള്ള വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടുന്നത്. ഇവരെല്ലാം പരിചയപ്പെട്ട നാൾ മുതലേ നമ്മുടെ ലൈഫിൽ നല്ല ഹാപ്പിനെസ് ആണ്, നല്ല ഹാപ്പനിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. കണ്ണൂർ ജില്ലേനോടുള്ള ഫാസിനേഷൻ പണ്ട് മുതൽ എന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലെ ഒരിടക്കാലം കൊണ്ട് ഞാൻ അത് മറന്നിരിക്കുവായിരുന്നു. അത് വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചത് ഈ ഒരു പറ്റ സുഹൃത്തുക്കളാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ കണ്ണൂരിന് ഒരു ചെറിയ ബ്രാഞ്ച് കൂടെ ഉണ്ട്. കുറെ നാളായി കണ്ണൂർ കാണണം, കണ്ണൂർ ഓഫീസിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് സൗരവ് എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. പിന്നൊന്നും നോക്കിയില്ല, നേരെ പെട്ടിയും പാക്ക് ചെയ്ത് കണ്ണൂർ ഓഫീസിലേക്ക് വിട്ടു. ഒരു തേഴ്സ്ഡേ നൈറ്റ് ബസ് പിടിച്ച് കൊച്ചിയിൽ നിന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്ന ഉടനെ തന്നെ ക്വാളിറ്റിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാട്ടോ നമ്മൾ പരിപാടി തുടങ്ങിയത്. സൗരവന്റെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നേരെ അവന്റെ വീട്ടിലേക്ക് ഒന്ന് ഫ്രഷ് ആയി കണ്ണൂർ ഓഫീസിലേക്ക് ഇറങ്ങിട്ടോ. കൊച്ചി ഓഫീസിൽ നിന്ന് ആരെ എന്നാലും കണ്ണൂർ ഭയങ്കര വെൽക്കമിങ് ആട്ടോ. കുറച്ച് കണ്ണൂർ ഓഫീസ് വിശേഷങ്ങൾ കാണാം. ഇതാണ് അഫ്സലിക്ക, ഇതാണ് അഫ്സലിക്ക. അഫ്സലിക്ക ഇസ് ദ ബോസ് ഓഫ് കണ്ണൂർ ഓഫീസ്. ഇതാണ് അൽത്താഫിക്ക. അർജുൻ ഹായ്. ഹായ്. കണ്ണൂർ ആണ്ടോ അത്യാവശ്യം വലിയൊരു ഇന്ത്യൻ കോഫി ഹൗസ് കാണുന്നത്. അവിടുത്തെ ബീഫ് ബിരിയാണി മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞിട്ടാണ് സൗരവനെ കൊണ്ടുപോയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ബീഫ് ബിരിയാണിയാണ് ലഞ്ചിന് കഴിച്ചത്. അങ്ങനെ ഓഫീസിലെ പണിയൊക്കെ കഴിഞ്ഞു, കുറെ നേരം സൊറ പറഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൗരവന്റെ വീട്ടിൽ പോയി ഫ്രഷ് ആയി ഡിന്നർ കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ടോ. പിറ്റേ ദിവസം മുതലാണ് നമ്മൾ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ കൂടെ ചൈത്രയും തമീമും ഉണ്ടായിരുന്നു. നമ്മളെ രാവിലെ തന്നെ എണീച്ചിട്ട് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സൗരവന്റെ വീട് ചിറക്കലാണ്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല ട്രാവൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പോകുന്ന വഴിയുള്ള ആ ഒരു യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. ഗൈസ്, കാവടി തുള്ളി എവിടെയാ സ്ഥലം? ഏഴരക്കുണ്ട് വന്നതാണ്. എത്ര കിലോമീറ്റർ താണ്ടി വന്നതാ നമ്മൾ? 40.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ മാർച്ച് 10 മുതൽ പൂട്ടിക്കിടക്കാണ് ഗൈസ്. മെയിൻ്റെനൻസ് വർക്ക്. സൗരവ് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നിയർ ബൈ എന്തെങ്കിലും കാണാനുണ്ടോ, പോകാൻ പറ്റുമോ എന്നൊക്കെ. ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നനച്ച നേരത്ത് നനച്ച വണ്ടി കിടക്കൂല, അപ്പൊ കിടക്കണ വണ്ടിയിൽ പോണം. ഇതെങ്ങനെയെങ്കിലും തുറപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഹോൾഡുള്ള സൗകര്യം ശ്രമിച്ചോണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഗൈസ്? നമുക്ക് വേണ്ടി ഒരു ജീപ്പ് ഇത് ആക്ച്വലി ഒരു ബിസിനസ് ആണ്. പണ്ട് സൗരവ് നടന്ന് കയറിയാണ് ഇവിടെ, പക്ഷെ ഇപ്പൊ പറയുന്ന നടന്ന് കയറാൻ പറ്റില്ല, ജീപ്പ് കയറണം. ജീപ്പിന് എത്ര? 500 രൂപ ജീപ്പിനും, പിന്നെ 100 രൂപ ടിക്കറ്റും. പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്തൊന്നും വെറുതെ ഇല്ല. യെസ്, ഗൈസ് റെഡി അല്ലേ? നമ്മൾ ഇതാ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ പോവുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ റിനീഷ് ചേട്ടനാണ്. റിനീഷ് ചേട്ടന്റെ മഹീന്ദ്ര താറിലാണ് നമ്മൾ കയറി പോകുന്നത്. ഇതാണ് ബാക്കിയുള്ള ഓഫ് റോഡിങ് ടീം. എല്ലാരും സേഫ് അല്ലേ? ഓക്കെ. ഞാൻ ചെയ്ത് കൂർഗിൽ പോവാ, മാമന്റെ എസ്റ്റേറ്റിൽ. നമ്മളെ ഫുൾ ജീപ്പും എന്റെ പേരെന്താണ്? ബേബി ചേട്ടനാണ് നമ്മൾ നിൽക്കുന്നത്. സൗരവ്, ഇവിടുത്തെ ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ പ്രത്യേകത നമ്മുടെ വെള്ളച്ചാട്ടം, അതും പ്രൈവറ്റ് ആയിട്ട് ഛത്രപതിയുടെ വെള്ളച്ചാട്ടമാണ് ഇത്. പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ്. നമ്മളും വെള്ളച്ചാട്ടം മാത്രം. ഫാമിലി വാട്ടർഫോൾ ആണ് ഛത്രപതി. പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇന്നിപ്പോ അധികം ആരും ഇല്ല. ഞങ്ങൾ ജീപ്പ് എടുത്തിട്ടാണ്, നല്ല നടപ്പുണ്ട്. ഒരു 2 കിലോമീറ്റർ നടന്നു കയറാൻ പറ്റുന്ന സ്ഥലമാണ്. വേനലാണെങ്കിലും നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എല്ലാരും സേഫ് അല്ലേ? സേഫ് അല്ലേ? ബൈ ബൈ. അങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായപ്പോൾ നമ്മൾ ഓർക്കിഡിൽ നിന്നാണ് ബിരിയാണി അയച്ചത്. ലാസ്റ്റ് ടൈം ഞാൻ കണ്ണൂർ വന്നപ്പം സോഫ്റ്റ് നിന്നായിരുന്നു ബിരിയാണി അയച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കത് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കണ്ണൂർ എല്ലാ കടകളിലും അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ മലബാർ ഒബ്വിയസ്ലി നമുക്കറിയാം നല്ലോണം ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണെങ്കിലും എനിക്കിവിടുത്തെ ബിരിയാണി എപ്പോഴും ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് വൈകിട്ട് മീൻകുന്ന് ബീച്ചിലേക്കാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. സൗരവിന്റെ കസിൻ വിജയ് കൂടെ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൗര, നമ്മളിപ്പോ ഏത് ബീച്ചിലാണ് വന്നിട്ടുള്ളത്? We are in മീൻകുന്ന് ബീച്ച്. മീൻകുന്ന് ബീച്ച്. എന്റെ അഭിപ്രായത്തില് കിടച്ചോണ്ട് കണ്ണൂർ അത്യാവശ്യം നല്ല ബീച്ചസും ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പയ്യാമ്പലം ബീച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ബീച്ച് എനിക്ക് എന്തായാലും കണ്ണൂർ ചെന്നാൽ നിങ്ങളൊരു മസ്റ്റ് വിസിറ്റ് ബീച്ച് എന്ന് തോന്നിപ്പോയി. അത്ര നല്ല വ്യൂ ആയിരുന്നു, നല്ല സൺസെറ്റ്, എന്താ പറയുക, നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ബീച്ച്.
അവിടെ ഇങ്ങോട്ടേക്ക് വെറുതെ നടന്നോ, അവിടെ ഇങ്ങോട്ട് നടന്നോ. അതൊക്കെ കാണാൻ ഭയങ്കര, അയ്യോ എന്റെ കണ്ണും. നാശത്തിന് കാരണമാണ് ഓക്കെ. ഇത് ഉപയോഗിച്ചാണ് കൃഷ്ണന്റെ അനുയായികളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോകും. ഓക്കെ. ഇത് യുദ്ധഭൂമിയിൽ നിന്ന് ബാക്കിയായ എന്തെന്നോ ഉണ്ടായിട്ട് കടലിലടങ്ങിയിട്ട് അതുവഴി ഉണ്ടായതാണ്. ഓ, ഗാന്ധാരി ശാപം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിന്റെ കൊല്ലം മൊത്തം നശിക്കും, അങ്ങോട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിക്കുന്നതൊക്കെ ശരിച്ചത് കൊണ്ടാണ് മഹാഭാരതം. കണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാണ്ട് എന്താ ആഘോഷമല്ലേ. നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്ന കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ റാക്കിൽ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി ഡിന്നറെല്ലാം കഴിച്ചു കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ തെയ്യം കാണാൻ പോയിട്ടുള്ള ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത വ്ളോഗിലിടാം. ഇതുവരെയുള്ള എല്ലാവരുടെയും ഫീഡ്ബാക്കിന് നന്ദി. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.